ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെയും ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെയും സാമ്പത്തിക ശക്തിയായ ഇന്ത്യ ഏറ്റവും പുതിയ സാമ്പത്തിക വളർച്ചാ നിരക്കിന്റെ കണക്കുകൾ വന്നതോടെ എല്ലാവരുടെയും പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് വൻ മുന്നേറ്റം നടത്തി. 2025 ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലത്തെ വളർച്ചാ നിരക്കിന്റെ കണക്കുകളാണ് ഇന്ന് പുറത്തു വന്നത്. നേരത്തെ IMFന്റെ പ്രവചന പ്രകാരം 6.2% വളർച്ചയാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇന്നത്തെ കണക്ക് പ്രകാരം 7.4% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. ഇത് കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിലെ വളർച്ചയായ 6.4%-നേക്കാൾ ഒരുപാട് മുകളിലാണ്. അടിസ്ഥാന സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ കൃത്യമായ അളവുകോലായി കണക്കാക്കപ്പെടുന്ന മൊത്തം മൂലധന വർധനവ് ഈ കാലയളവിൽ 6.8% വളർച്ച കൈവരിച്ചു. കഴിഞ്ഞ വർഷം ഇതേ സമയം 6.5%. ഇനി ഒരു മുഴുവൻ സാമ്പത്തിക വർഷത്തെ കണക്കെടുത്താൽ വളർച്ചാ നിരക്ക് 6.5%. ഇത് ലോകത്തിലെ വലിയ സമ്പദ് വ്യവസ്ഥകളിൽ ഏറ്റവും ഉയർന്നതാണ്. വലിയ സമ്പദ് വ്യവസ്ഥകളായ US-ഉം ചൈനയും ജർമ്മനിയും ജപ്പാനും ബ്രിട്ടനും ഒക്കെ എടുത്താൽ അതിൽ 2% കൂടുതൽ വളർച്ച പ്രതീക്ഷിച്ചിരുന്നത് ഇന്ത്യയും ചൈനയും മാത്രമാണ്. അതിൽ തന്നെ ചൈനയ്ക്ക് 4% വളർച്ച മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇന്ത്യൻ GDP-യുടെ 57% വരുന്ന സ്വകാര്യ ഉപഭോക്തൃ ചെലവ് ജനുവരി മാർച്ച് കാലയളവിൽ വാർഷികാടിസ്ഥാനത്തിൽ 6% വർദ്ധിച്ചു. ഇന്ത്യയുടെ ഈ നേട്ടത്തെ ഒരിക്കലും കുറച്ചു കാണാൻ കഴിയില്ല. അതിന്റെ പിന്നിലെ പ്രധാന കാരണം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ വിവിധതരം താരിഫ് വർധനകൾ ഈ കാലയളവിൽ നിലവിൽ വന്നിരുന്നു എന്നതാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇതിനേക്കാൾ നിർണായകമാണ് അടുത്ത വരാൻ പോകുന്ന സാമ്പത്തിക വളർച്ചാ റിപ്പോർട്ട്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമാണ് ഇതിന് കാരണം. എന്നിരുന്നാലും ഇത്രയൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ഇന്ത്യയെ ഈ നേട്ടത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി നിർമ്മാണ മേഖലയിലെ മികച്ച പ്രകടനമാണ്. 2025 ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലത്ത് ഈ മേഖലയിലെ വളർച്ചാ നിരക്ക് 10.8%. വർഷം മുഴുവനായി എടുത്താൽ 9.4% വളർച്ച രേഖപ്പെടുത്തി. ഇതുമൂലം അനുബന്ധ വ്യവസായങ്ങളായ പ്രത്യേകിച്ച് ഉരുക്ക്, സിമന്റ് മുതലായവയുടെ ആവശ്യകത വർദ്ധിപ്പിക്കുകയും ഈ മേഖലയിലെ തൊഴിലവസരങ്ങൾ കൂട്ടുകയും ചെയ്തു. ഇനി പൊതുഭരണം, പ്രതിരോധം, മറ്റ് സർക്കാർ സേവനങ്ങൾ എന്നിവയെടുത്താൽ അവിടെയും 8.7% വളർച്ച രേഖപ്പെടുത്തി. മുഴുവൻ വർഷമെടുത്താൽ 8.9% ആവുകയും ചെയ്യും. ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ച മറ്റൊരു മേഖലയാണ് കാർഷിക രംഗം. കഴിഞ്ഞ വർഷത്തെ വളർച്ചാ നിരക്കായ 0.8%-ൽ നിന്ന് 5%-ലേക്ക് ഉയർന്നു. ശക്തമായ ശൈത്യകാല വിളകളുടെ ഉൽപ്പാദനമാണ് ഈ കുതിച്ചുചാട്ടത്തിന് സഹായിച്ചത്. ഇതുപോലെ തന്നെ ഇന്ത്യക്കാരുടെ ആഭ്യന്തര ഉപഭോഗവും വർദ്ധിച്ചു. ഇവിടെ 7.2% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. ഇതിൽ നഗര ഗ്രാമീണ വ്യത്യാസം വളരെ കുറവാണ് എന്നത് സമ്പദ് വ്യവസ്ഥയുടെ ശക്തിയെ കാണിക്കുന്നു. ഇനി സർക്കാർ ചിലവുകളും നയങ്ങളുടെ പിന്തുണയും ഈ സാമ്പത്തിക വളർച്ചയെ സഹായിച്ചിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനങ്ങൾക്കാണ് ഇന്ത്യ ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത്. കൂടാതെ നികുതി പിരിവിലെ വർധനവും സബ്സിഡികളിൽ വരുത്തിയ നേരിയ കുറവും വളർച്ചയെ സഹായിച്ചു. ഇനി വരാൻ പോകുന്ന സാമ്പത്തിക വർഷം, അതായത് 2025 ഏപ്രിൽ മുതൽ 2026 മാർച്ച് വരെയുള്ള കാലത്തെക്കുറിച്ച് ചിന്തിച്ചാൽ നമ്മുടെ റിസർവ് ബാങ്ക് കണക്കാക്കിയിരിക്കുന്ന വളർച്ച 6.5%. ഈ അടുത്ത കാലത്തുണ്ടായ വർദ്ധിച്ച പ്രതിരോധ ചിലവുകൾ ആദ്യം ഒന്ന് ഇന്ത്യയെ ചെറിയ തോതിൽ തളർത്തുമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണം ചെയ്യുകയാണ് ചെയ്യുക. കാരണം ഇന്ത്യയിൽ ഇപ്പോൾ കൂടുതലായി പ്രതിരോധ സാമഗ്രികൾ പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഇതുമൂലം ഈ മേഖലയിലെ തൊഴിൽ വർധനവിനും അനുബന്ധ വ്യവസായങ്ങളുടെ വളർച്ചയ്ക്കും കാരണമാകും. കൂടാതെ ഇന്ത്യ ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ ആയുധ കയറ്റുമതി നടത്തുന്നുമുണ്ട്. ഇതിലൂടെയും വലിയ തോതിൽ വിദേശ നാണ്യം നേടാൻ നമ്മളെ സഹായിക്കും. ഇനി അമേരിക്കയുടെ താരിഫ് വർധന ഒരു പരിധിക്കപ്പുറം ഇന്ത്യയെ ബാധിക്കുകയുമില്ല. അതിനു പിന്നിലെ പ്രധാന കാരണം വർദ്ധിച്ച ആഭ്യന്തര ഉപഭോഗവും പ്രധാന കയറ്റുമതികളായ തുണിത്തരങ്ങൾ, സംസ്കരിച്ച ഭക്ഷ്യവസ്തുക്കൾ, രാസപദാർത്ഥങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ, സെമി കണ്ടക്ടറുകൾ, ഊർജ്ജ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് വലിയ മത്സരമില്ല എന്നതാണ്. ഇതിൽ തന്നെ മരുന്നുകൾക്കും സെമി കണ്ടക്ടറുകൾക്കും ഊർജ്ജ ഉൽപ്പന്നങ്ങൾക്കും താരിഫിൽ ഇളവ് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഇതിനെല്ലാം പുറമെയാണ് ലോകത്തിലെ പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തികളുമായുള്ള വ്യാപാര കരാറുകൾ. ഉദാഹരണത്തിന് ബ്രിട്ടൻ, യൂറോപ്യൻ യൂണിയൻ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നിവയ്ക്ക് പുറമെ അമേരിക്കയുമായും കരാറുകൾ അധികം വൈകാതെ തന്നെ നിലവിൽ വരും. അങ്ങനെ പൊതുവെ നോക്കിയാൽ ഇപ്പോൾ വന്ന പ്രതികൂല സാഹചര്യങ്ങൾ ഒരു പരിധിക്കപ്പുറം ഇന്ത്യയെ ബാധിക്കാനുള്ള സാധ്യത തീരെ കുറവാണ്. ഇനി ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ.